വീണാലും ഞങ്ങൾ ചാവും. മന്ത്രി VN വാസവനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദുവും അടക്കമുള്ളവർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനുമുണ്ട്. അവർ വാർത്താ സമ്മേളനം നടത്താൻ എത്തിയപ്പോൾ ഒരു സ്ത്രീ ഈ വാർത്താ സമ്മേളനം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ കയറി നിൽക്കുകയാണ്. നിങ്ങൾക്കെതിരെ കേസില്ല. ഞാൻ പറയാം, ഇവിടെ ഇത്ര ആളുകൾ മരിച്ചതിനെ സംബന്ധിച്ചുള്ള പത്രസമ്മേളനം ഇത്ര ആളുകൾ വീണാലും ഞങ്ങളും മരിക്കും. ഇപ്പൊ വീണിട്ടില്ലല്ലോ, അത് വീണ് കഴിഞ്ഞിട്ട് വേണം. വീണിനേക്കാളും മുമ്പാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, അരമണിക്കൂർ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ. അത് ഞങ്ങൾ എല്ലായിടത്തും കേൾക്കുന്നതാണ്. പോലീസ് പിറ്റേ ദിവസം വരാന്ന് പറഞ്ഞതാ. അല്ല, പോലീസ് പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞ ആളും വന്നില്ല, ആരും വന്നില്ല. പോലീസ് പറഞ്ഞാലും ഭീഷണിപ്പെടുത്തുന്നു. നിങ്ങൾക്കെതിരെ കേസ് വരും, ഉറപ്പായിട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞതിനെതിരെ ആളുകളുടെ ജോലി തടസ്സപ്പെടുത്തി ഞങ്ങൾക്ക് കക്കൂസിൽ പോകാൻ പറ്റാത്ത വീട്ടിൽ ആ ചക്ക അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത്രയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ചക്ക വെട്ടാൻ നടപടി എടുക്കാന്ന് ഞാൻ അത് വീട് കഴിഞ്ഞിട്ട് നിങ്ങൾ നടപടി എടുക്കണ്ട. ആൾക്കാർ മരിക്കണതല്ല, അത് വീണാലും ഞങ്ങളും മരിക്കും. മരിച്ചു കഴിഞ്ഞിട്ടുള്ള പരിപാടിയല്ല, മരിക്കണേക്കാൾ മുമ്പ് ചെയ്യേണ്ടത്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രി VN വാസവൻ, R ബിന്ദു, അതോടൊപ്പം തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ വാർത്താ സമ്മേളനത്തിനായി കളക്ടറേറ്റിലെ PR ചേംബറിലേക്ക് എത്തിയതാണ്. അപ്പോഴാണ് മന്ത്രിമാർക്കൊപ്പം ഒരു സ്ത്രീ കൂടി വന്നത്. അവരുടെ വീടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഉന്നയിക്കുന്നത്. അവർ മുൻപ് ഈ കളക്ടറേറ്റിൽ ചില പരാതികളുമായി വന്നിരുന്നു. പക്ഷേ ആ പരാതികൾക്ക് പരിഹാരമുണ്ടായില്ല. തുടങ്ങിയ ആക്ഷേപങ്ങളാണ് അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മന്ത്രിമാർ വാർത്താ സമ്മേളനത്തിൽ വന്ന് ഇരുന്നു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ ആ സ്ത്രീ നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പോലീസ് അവരുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല തുടങ്ങിയ പരാതികളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.